എൻ്റെ പേര് ഖദീജ. ഇവിടെ വീടുണ്ടായിരുന്നു? ഞങ്ങളുടെ വീട് ചൂരൽമല. ചൂരൽമലയാണല്ലേ? എത്ര സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? ഞങ്ങൾക്ക് സ്ഥലം അരേക്കറിന്റെ മുകളിലുണ്ട്. നല്ല അത്യാവശ്യം നല്ലൊരു വീടും ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായോളൂ ചൂരൽമലയിൽ? ഞങ്ങൾ ജനിച്ചത് അവിടെ തന്നെയായിരുന്നു. എൻ്റെ കുടുംബത്തിൽ 7 ആള് പോയി. എൻ്റെ മൂത്ത ഏടത്തി പോയി, അവളെ ഭർത്താവ് പോയി. ഞങ്ങൾക്ക് എല്ലാം അല്ലായിരുന്നു അവന്. ഞങ്ങളെ കുടുംബം മുഴുവൻ കൊണ്ടു നടന്നത് അവനാണ്. ഞങ്ങൾക്ക് എന്തൊരാവശ്യത്തിനും ഓടി വരാനുള്ളതായിരുന്നു അവന്. അവൻ പോയി, അവൻ്റെ ഭാര്യ പോയി, 3 മക്കളും പോയി. അവരെയൊക്കെ കിട്ടി. അവൻ്റെ ഒരു കുട്ടീനെ ഇനിയും കിട്ടിയിട്ടില്ല. ഇപ്പോഴും തിരയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആളെ കണ്ടാൽ തിരിച്ചു പോലും അറിയാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾ രാഗം പോയാലും ഉറക്കൊഴിച്ച് ഇവിടെ കാത്തിരിക്കുകയാണ് കൊണ്ടുവന്നത് നോക്കിയിട്ട്. കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എൻ്റെ 3 ആങ്ങളമാരെ വീട് പോയി, 2 ഇടത്തികളുടെ വീട് പോയി. ഞങ്ങളെ വീട്ടിലേക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ഉണരുന്നത്. ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ നീറ്റ് ഞാൻ ആദ്യം പുറത്തൊക്കെ പോയി നോക്കി, എവിടുന്ന് വെച്ചാന്ന് അറിയില്ല. റോട്ടിൽ വല്ല വണ്ടിയും വന്നതാണ്. അവരുടെ നോക്കുമ്പോൾ വണ്ടിയൊന്നും കാണില്ല, നല്ല ഇരുടാ, കറണ്ടൊന്നുമില്ല. കുട്ടികളൊക്കെ വിളിച്ചുണർത്തിയിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ റോട്ടിലേക്ക് ഓടിക്കുമായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പൊട്ട് വരുന്നുണ്ട്. അതിലും വലിയ സൗണ്ടിലാണ് വരുന്നത്. അതാണ് വലിയ പൊട്ട്. കുന്നിൻ്റെ മുകളിൽ ഒരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ട് വഴി ഓടിയിട്ട് നേരെ ചെന്നെത്തിയത് ഫോറസ്റ്റ് ഓഫീസിലാണ്. നേരെ വിളിക്കുന്നവരെ അവിടെ നിന്നു. ഈ ബന്ധുക്കളായിട്ടുള്ള 7 പേരോളം പോയി എന്ന് പറഞ്ഞല്ലോ. ഇത് ശരിക്കും എപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ? അവർ പോയി എന്ന് അറിഞ്ഞ ആൾക്കാർ എന്നോട് പറഞ്ഞു അവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ 1 മണി മുതൽ അവരെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ആരും ഫോൺ എടുക്കണില്ല. ഇവരുടെ ആ വീട് ഇരുന്നിടത്തൂടെയാണോ ഇത് ഒഴുകി വന്നിരിക്കുന്നത്? ഇന്നലെ മോൻ പോയി നോക്കിയിരുന്നു. എൻ്റെ മോൻ ഇന്നലെ പോയി നോക്കി. അപ്പോൾ അവിടെ ആ പരിസരത്ത് അങ്ങനത്തെ വീട് നിന്ന് സ്ഥലം അറിയുന്നില്ല. 2 നില വീടായിരുന്നു. ഒരു വെള്ളം വരുന്നത് ശ്രദ്ധപ്പെട്ടപ്പോൾ മുകളിൽ കയറിയിട്ടുണ്ട് എല്ലാവരും കൂടെ, കുടുംബങ്ങൾ. മുകളിൽ കയറിയപ്പോൾ അവർ മുകളിൽ ലോക്കായി. നമ്മളെ നാട്ടുകാരും അയൽവാസികളും എല്ലാം പോയി. ആരുമില്ല. ഇനി മുന്നോട്ട് എങ്ങനെയാണ്? എനിക്ക് പിടിയില്ല. ഞങ്ങൾ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന എസ്റ്റേറ്റുകാരാണ്. ഞങ്ങൾ എസ്റ്റേറ്റിൽ ഇനി പണി ഉണ്ടാവില്ല. ഞങ്ങളതെല്ലാം നഷ്ടപ്പെട്ടു. ഇത്രയും കാലം ഞങ്ങൾ അധ്വാനിച്ചത് മുഴുവനും കൊണ്ടുണ്ടാക്കിയ വീടാണ്, അതും പോയി. എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കുന്നൊന്നും ഒരു വഴിയില്ല. ഇനി അവർ ആ റോഡ് സൈഡിലേക്ക് മുകളിലേക്ക് മാറി നിൽക്കുന്ന സമയത്ത് ഈ ഒഴുകി വന്ന വെള്ളം മുഴുവൻ ഈ വീടിനെ മൂടി, ഈ വീടടക്കം എടുത്തുകൊണ്ടാണ് പോയതെന്നുള്ളതാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ആളുകളൊന്നും എവിടെ പോയി എന്നുള്ളത് അവർക്ക് ഇന്നും അറിയില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നിൽക്കാനൊരു അധീനം ഇനിയില്ല.